തൃശൂർ പൂരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചെന്നും നാളെയാണ് റിപ്പോർട്ട് പരിശോധിക്കുകയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് എഴുതി പിടിപ്പിക്കുന്നുവെന്നും വിമർശനം. അതേസമയം PV അൻവറിനെതിരെയും മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശനമുയർത്തി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതിൽ വലിയ വിമർശനമാണ് ഉയർന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ADGPയുടെ റിപ്പോർട്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതോടെ മുൻമന്ത്രി VS സുനിൽകുമാറും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്നും നാളെയാണ് പരിശോധിക്കുകയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അന്വേഷണ റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തിയെന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല. നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ മാർഗത്തിൽ എൻ്റെ കയ്യിൽ എത്തുകയും. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല. വയനാട് വിഷയത്തിൽ ഉൾപ്പെടെ പ്രതികരിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ പലതും എഴുതി പിടിപ്പിക്കുകയാണെന്നും പറഞ്ഞു. അതേസമയം PV അൻവറിനെതിരെ പരോക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. നിരന്തരമായുള്ള അൻവറിന്റെ പ്രതികരണങ്ങൾ CPMനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. ഇതാണ് മുഖ്യമന്ത്രി അടക്കം ചൊടിപ്പിച്ചത്. നമുക്കിടയിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരുണ്ട്. അവരെ ഗൗനിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു സർക്കാർ എന്നത് നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ്. അവിടെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകാം. ആ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പുണ്ടാകാം. നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ. അവരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം, ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ സർക്കാരിൻ്റെതായ വഴിക്ക് മുന്നോട്ട് നീങ്ങണം. ഈയിടക്കാലങ്ങളായി ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്നുവെന്നും അതിനൊക്കെ ആയുസ് വളരെ കുറവാണെന്നും പാർട്ടിയെ തകർക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തൃശൂരിൽ നടന്ന അഴീക്കോടൻ സ്മൃതിദിന സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. ജനം, തൃശൂർ.